നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗ്രാമറിനെ CNFലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുമെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് മൂന്ന് പ്രൊഡക്ഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷൻസ് എല്ലാം നമ്മളെടുത്ത് ഒന്നും കൂടി എഴുതി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ റിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. നോർമൽ റിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് നോക്കി S tends to ASB. ഈ S tends to ASBക്കകത്ത് ഈ സെയിം സിമ്പിൾ S tends to ASB, ഈ സ്റ്റാർട്ടിംഗ് സിമ്പിൾ തന്നെ ഈ രണ്ട് നോൺ ടെർമിനൽസിൻ്റെയും സെൻറ്ററിലായിട്ട് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വരുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ നോർമൽ റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോർമൽ റിക്കേഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക, പുതിയൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് കൊടുക്കും. ഇത് നോർമൽ റിക്കേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ടൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് S1 എന്നും പറഞ്ഞ് നമ്മൾ അവിടെ കൊടുക്കും. എന്നിട്ട് ആ S1 നിന്ന് Sലോട്ട് ടെൻസ് ടു എന്നും പറഞ്ഞ് നമ്മളൊരു പ്രൊഡക്ഷൻ അവിടെ ഫസ്റ്റിൽ സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൊടുക്കും. അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻസും എടുത്ത് നമ്മൾ ഒന്നുകൂടെ എഴുതും. ഇത് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷനാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഈ സിംപ്ലിഫിക്കേഷനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിമിനേഷൻ ഓഫ് എപ്സിലോൺ പ്രൊഡക്ഷൻ, യൂസ്ലെസ് പ്രൊഡക്ഷൻ ആൻഡ് യൂണിറ്റ് പ്രൊഡക്ഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കണക്ക് എങ്ങനെയാണ് എപ്സിലോൺ പ്രൊഡക്ഷൻ മാറ്റുന്നത്, യൂസ്ലെസ് പ്രൊഡക്ഷൻ എങ്ങനെ മാറ്റും, യൂണിറ്റ് പ്രൊഡക്ഷൻ എങ്ങനെ മാറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പം ആ സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷനകത്ത് ഏതെങ്കിലും യൂസ്ലെസ് പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. നമ്മൾ ഈ പ്രൊഡക്ഷൻസ് എല്ലാം നോക്കുന്ന സമയത്ത് അറിയാം ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് വേറൊരു പ്രൊഡക്ഷൻ ഇതിനകത്ത് വരുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ഇവിടെ യൂസ്ലെസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, അതായത് യൂസ്ലെസ് പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, എപ്സിലോൺ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് നോക്കും. അതെ, ഇവിടെ എപ്സിലോൺ പ്രൊഡക്ഷൻ ഉണ്ട്. A tends to എപ്സിലോൺ എന്ന് പറയുന്ന ഒരു എപ്സിലോൺ അല്ല, A tends to അല്ല, B tends to എപ്സിലോൺ എന്ന് പറയുന്ന ഒരു എപ്സിലോൺ പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പം നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, B tends to എപ്സിലോൺ എന്ന് പറയുന്ന Bക്ക്, നമ്മുടെ ബാക്കിയുള്ള പ്രൊഡക്ഷൻസിലെല്ലാം Bക്ക് നമുക്ക് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു വാല്യൂ ഇട്ട് കൊടുക്കും. നമ്മൾ Bക്ക് പകരം എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പോഴത്തേക്ക് ഫസ്റ്റിലെ നമ്മൾ B tends to എപ്സിലോൺ, അതായത് Bക്ക് പകരം എപ്സിലോൺ എന്ന് പറയുന്ന വാല്യൂ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഇങ്ങനെ വരും. S1 tends to S, അവിടെ B ഇല്ല, കുഴപ്പമില്ല. അപ്പം അടുത്ത പ്രൊഡക്ഷൻ നോക്കുമ്പോൾ S tends to ASB, ASBക്കകത്ത് B ഉണ്ട്. B ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, Bക്ക് എപ്സിലോൺ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, AS കിട്ടും. ഓക്കെ, /AB, ABക്കകത്ത് B ഉണ്ട്. Bക്ക് എപ്സിലോൺ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, A കിട്ടും. പക്ഷേ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ Bക്ക് എപ്സിലോൺ പ്രൊഡക്ഷൻസിന് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒറിജിനലായിട്ട് അവിടെ കിടന്ന പ്രൊഡക്ഷൻസ് നമ്മൾ ഒരിക്കലും റിമൂവ് ചെയ്ത് മാറ്റാൻ പാടില്ല. അങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമ്മുടെ ആൻസർ മൊത്തത്തിൽ തെറ്റായിപ്പോവും. എന്നിട്ട് അടുത്തതിനകത്ത് A tends to B ആയിരുന്നു കിടന്നത്. അപ്പോൾ A tends to Bക്ക് പകരം എപ്സിലോൺ കൊടുക്കുമ്പം A tends to എപ്സിലോൺ /S വരും. പിന്നെ B tends to B. അപ്പം B tends to എപ്സിലോൺ എന്ന് പറയുന്ന ആ പ്രൊഡക്ഷൻ നമ്മൾ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രൊഡക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും A tends to എപ്സിലോൺ എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ അവിടെ പ്രൊഡ്യൂസ് ആയി കിടപ്പുണ്ട്. അപ്പം നമുക്ക് അതും റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. അതായത് A കിടക്കുന്ന എല്ലായിടത്തും എപ്സിലോൺ ഇട്ട് കൊടുക്കും. അപ്പം S1 tends to Sൻ്റെ ചേഞ്ച് ഒന്നുമില്ല. അടുത്ത സ്റ്റെപ്പിൽ S tends to ASB, ASBക്കകത്ത് A ഉണ്ട്. അപ്പം Aക്ക് നമ്മൾ എപ്സിലോൺ ഇട്ട് കൊടുക്കുമ്പോൾ SB കിട്ടും. അടുത്തതിനകത്ത് നോക്കുമ്പോൾ ASനകത്തും A ഉണ്ട്. അപ്പം Aക്ക് നമ്മൾ എപ്സിലോൺ ഇട്ട് കൊടുക്കുമ്പം S കിട്ടും. ABക്കകത്തും ABക്കകത്ത് നമുക്ക് A ഇല്ല, സ്മോൾ A ആണ് കിടക്കുന്നത്. അപ്പം പിന്നെ A tends to എപ്സിലോൺ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് A tends to S മാത്രം എഴുതും. അത് കഴിഞ്ഞ് നമ്മൾ ഈ പ്രൊഡക്ഷൻസിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എപ്സിലോൺ പ്രൊഡക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോഴത്തേക്ക് നമ്മൾ എപ്സിലോൺ പ്രൊഡക്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് പ്രൊഡക്ഷൻസ് എല്ലാം റിമൂവ് ചെയ്യാനാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇക്വേഷൻ എടുത്ത് വെച്ച് നോക്കും. അതായത് നമ്മുടെ പ്രൊഡക്ഷൻസ് എല്ലാം നോക്കുന്ന സമയത്ത് ഇവിടെ യൂണിറ്റ് പ്രൊഡക്ഷൻസ് ആയിട്ട് കിടക്കുന്നത് S1 tends to S, S tends to S, A tends to S, അങ്ങനെ 3 യൂണിറ്റ് പ്രൊഡക്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് ഈ 3 യൂണിറ്റ് പ്രൊഡക്ഷൻസും നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷനകത്ത് നിന്ന്, നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ഷൻസിനകത്ത് നിന്ന് റിമൂവ് ചെയ്യണം. ആദ്യമേ S1 tends to S എടുക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ S1 tends to എന്ന് പറഞ്ഞ് കിടക്കുന്നിടത്ത് S കിടക്കുന്നിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കും, S tends to എന്ന് പറഞ്ഞ് കിടക്കുന്ന Sൻ്റെ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം S1 tends to Sനകത്ത് Sൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്
എസിൻ്റെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് S1 ടെൻസ് ടു ASB /SB /AS /AB /A എന്ന് പറഞ്ഞു വരും. എസ് വീണ്ടും അവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പം ആ എസിന് വീണ്ടും നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പം ഈ വാല്യൂസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരത്തേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ S1 ടെൻസ് ടു ASB /SB /AS /AB /A ഇങ്ങനെ എഴുതിയിരുന്നാൽ മതി. അതിനുശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് S ടെൻസ് ടു S എന്ന് പറയുന്ന പ്രൊഡക്ഷൻ നമ്മൾ റിമൂവ് ചെയ്യണം. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് എസിന് പകരം എസിൻ്റെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കൊടുത്തിരിക്കുവാണ്. അപ്പം S ടെൻസ് ടു ASBയിലെ ASB രണ്ടു വട്ടം റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ആ റിപ്പീറ്റ് ആയിട്ട് വരുന്ന വാല്യൂസ് നേരത്തെ പറഞ്ഞ കണക്ക് ഒരു തവണ മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം ASB /SB /AS /AB /A ഇങ്ങനെയായിരിക്കും എസിൻ്റെ പ്രൊഡക്ഷൻസ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്ഷൻസ് എല്ലാം നമ്മൾ അതേപോലെ തന്നെ എഴുതി കൊടുക്കും. പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A ടെൻസ് ടു S ആണ് നമ്മൾ എടുക്കുന്നത്. A ടെൻസ് ടു S എടുക്കുന്ന സമയത്ത് S1 ടെൻസ് ടു ASB അല്ല അതേ കണക്ക് കൊടുത്തിട്ട് എന്താണ് A ടെൻസ് ടു S കിടന്നെടുത്ത് എസിൻ്റെ വാല്യൂസ് S ടെൻസ് ടു എന്ന് പറഞ്ഞ് കിടക്കുന്ന എസിൻ്റെ വാല്യൂസ് എല്ലാം അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പം നമ്മുടെ ആൻസർ ഇതേപോലെ വരും. S1 ടെൻസ് ടു ASB /ASB അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ആൻസർ വരും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് പ്രൊഡക്ഷനും എപ്സിലോൺ പ്രൊഡക്ഷനും പിന്നെ യൂസ്ലെസ് പ്രൊഡക്ഷനും എല്ലാം ഈ ക്വസ്റ്റിനകത്ത് നിന്ന് നമുക്ക് തന്നിരിക്കുന്ന പ്രൊഡക്ഷനകത്ത് നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കിടക്കുന്നത് ടെർമിനൽസിനെ ഒന്നെങ്കിൽ റിമൂവ് ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ വേണം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ കിടക്കുക, നമ്മുടെ പ്രൊഡക്ഷൻ ഇങ്ങനെ കിടക്കുവാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് അറിയാം ഇതിനകത്ത് ഈ ASB എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ആ ഒരു ചോംസ്കി നോർമൽ ഫോമിലല്ല കിടക്കുന്നത്. അപ്പം നമുക്കതിനെ ചോംസ്കി നോർമൽ ഫോമിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ S1 ടെൻസ് ടു സ്മോൾ എയും ക്യാപിറ്റൽ ബിയും കൂടിയായിരുന്നു കിടന്നത്. അപ്പം നമ്മൾ സ്മോൾ എയ്ക്ക് പകരം ക്യാപിറ്റൽ X കൊടുത്തിട്ട് പുതിയൊരു പ്രൊഡക്ഷൻ നമ്മൾ താഴെ കൊടുത്തിരിക്കുകയാണ് S ടെൻസ് ടു A. അതായത് ഈ സ്മോൾ എയും ക്യാപിറ്റൽ ബിയും കൂടെ കിടന്നെടുത്ത് സ്മോൾ എയ്ക്ക് പകരം നമ്മൾ ക്യാപിറ്റൽ X കൊടുത്തു. അതിനുശേഷം S ടെൻസ് ടു സ്മോൾ എ ക്യാപിറ്റൽ ബി കിടന്നെടുത്തും നമ്മൾ എയ്ക്ക് പകരം ക്യാപിറ്റൽ X കൊടുത്തു. പിന്നെ A ടെൻസ് ടു സ്മോൾ എ ക്യാപിറ്റൽ ബി കിടന്നെടുത്തും നമ്മൾ സ്മോൾ എയ്ക്ക് പകരം ക്യാപിറ്റൽ X കൊടുത്തു. അതാണ് നമ്മുടെ ഫസ്റ്റിലെ നമ്മളിത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ വീണ്ടും എടുത്ത് നോക്കുന്ന സമയത്ത് അതായത് ASB എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം അത് ചോംസ്കി നോർമൽ ഫോമിലല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ SBക്ക് പകരം നമ്മൾ Y എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ കൊടുക്കും. എന്നിട്ട് ASB എല്ലാം കിടക്കുന്നിടത്ത് SBക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും, ക്യാപിറ്റൽ Y കൊടുക്കും. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഇങ്ങനെ വരും. S1 ടെൻസ് ടു AY /XB /AS /A /SB എന്ന് വരും. എന്നിട്ട് Y ടെൻസ് ടു SB എന്നും കിടക്കും. X ടെൻസ് ടു സ്മോൾ എ. അപ്പം നമുക്ക് പുതുതായിട്ട് രണ്ട് പ്രൊഡക്ഷൻസ് കൂടെ ക്രിയേറ്റ് ആവും. അതാണ് Y ടെൻസ് ടു SBയും X ടെൻസ് ടു Aയും. അതിനുശേഷം നമ്മൾ നോക്കും ഇനി ഏതെങ്കിലും പ്രൊഡക്ഷൻസ് എക്സ്ട്രാ ആയിട്ട് ഇവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ പ്രൊഡക്ഷൻസും ചോംസ്കി നോർമൽ ഫോമിലാണ്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ പ്രൊഡക്ഷൻ വെച്ചുള്ളത് ഇതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചോംസ്കി നോർമൽ ഫോമിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്.